നമസ്കാരം. കേരളം ഇന്ന് ആവേശത്തോടുകൂടി പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 7 മണിക്ക് തന്നെ ബൂത്തുകളിലൊക്കെ വലിയ ക്യൂ ആണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രാജ്യത്ത് വലിയ ആവേശമില്ലെങ്കിലും കേരളത്തിൽ ആവേശമുണ്ട് എന്നതിൻ്റെ സൂചനയായി രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ട് കണ്ട പ്രത്യേകത, മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള ആവേശം അത് പോസ്റ്ററിലാണെങ്കിലും മൈക്ക് അനൗൺസ്മെൻറ്റിലാണെങ്കിലും ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കുറയുമെന്നാണ് വ്യക്തിപരമായി എൻ്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കും വിവേകത്തിനും ഒരുപക്ഷെ അടിമ ബുദ്ധിക്കും വിധേയമായി ഇന്ന് വോട്ട് ചെയ്യുകയാണ്. വോട്ട് ചെയ്യണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി നിങ്ങൾക്ക് പറ്റിയ സ്ഥാനാർത്ഥിയില്ലെങ്കിൽ നോട്ടയ്ക്കാണെങ്കിലും ചെയ്യണം എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഓരോ സമയത്തും വിഷയങ്ങൾ മാറി മാറി വരും. തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകമൊക്കെ ഉണ്ടായാൽ ഇരയാക്കപ്പെടുന്നവർ ആരോ ആ പാർട്ടി ഭാഗ്യം ചെയ്തവരാണ്. അതിശക്തമായ രീതിയിൽ അവരത് മുതലെടുക്കും. എന്നാൽ അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇക്കുറി ഉണ്ടായില്ല. ഇക്കുറി മാറി മാറി വിഷയങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. CPIM ആണ് തന്ത്രപരമായി പലപ്പോഴും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് മുതലെടുക്കുന്നതിലും മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ CPIM-ന് അനുകൂലമായ ഘടകങ്ങളൊന്നും ഇക്കുറി തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കിറ്റ് വിതരണം ചെയ്തതിനെതിരെ രമേശ് ചെന്നിത്തല പരാതി കൊടുത്തത് തന്നെ ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറ്റി CPIM മുതലെടുത്തിരുന്നു. അത്തരം സംഭവങ്ങളൊന്നും ഇക്കുറി ഉണ്ടായില്ല. LDF അനുകൂലമാക്കാൻ ശ്രമിച്ചത് തികച്ചും വർഗീയമായ വിഷയങ്ങളാണ്. അത് പൗരത്വ ഭേദഗതിയാണെങ്കിലും കേരള സ്റ്റോറിയാണെങ്കിലും. അതേസമയം CPIM-നെതിരായി പാനൂർ സംഭവം മുതൽ CPIM സഹതാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ശൈലജ ടീച്ചറിൻ്റെ മോർഫിംഗ് വരെ CPIM-നെതിരായി മാറിയ സാഹചര്യമുണ്ടായി. BJPക്ക് അനുകൂലമായ ഏറ്റവും വലിയ സംഭവമായി മാറി പൂരം കലക്കിയ പോലീസിൻ്റെ നടപടി. തൃശ്ശൂരാണ് BJPയുടെ അഭിമാന പോരാട്ടം. BJPക്ക് തിരുവനന്തപുരത്തിൻ്റെ അത്രയും അടിത്തറയില്ലാത്ത തൃശ്ശൂർ പോലെ ഒരു മണ്ണിൽ ജയിക്കാൻ സാധിച്ചാൽ അത് കേരളം പിടിക്കുന്നതിന് ഒരു നാന്ദിയാകുമെന്ന് BJPക്ക് അറിയാവുന്നതുകൊണ്ടാണ് തൃശ്ശൂരിന് വേണ്ടി അവർ നീക്കം നടത്തിയത്. അവിടെ നിർണായകമായി മാറിയത് പൂരം കലക്കിയ പോലീസായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടെ ചർച്ചയായത് മോദിയുടെ വിവാദ പ്രസംഗങ്ങളാണ്. അത് തൃശ്ശൂരിനെയും തിരുവനന്തപുരത്തെയും ബാധിച്ചേക്കും എന്നായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ. അതിനപ്പുറത്തേക്ക് 18 മണ്ഡലങ്ങളെയും അത് സ്വാധീനിക്കാൻ ഇടയില്ല. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് CPIM-നെ പ്രതിരോധത്തിൽ ആക്കുന്ന ഒരു വിവാദമാണ് ഏറ്റവും ഒടുവിൽ രൂപപ്പെട്ടത്. അതിന് തുടക്കം കുറിച്ചതോ CPIM-ന്റെ അതിബുദ്ധിയും. ദല്ലാൽ നന്ദകുമാർ എന്നു പേരുള്ള കുമാർ എന്ന് വിളിക്കപ്പെടുന്ന ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ, അത് നിയമപീഠമാണെങ്കിലും വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ അപ്രതീക്ഷിതമായ രംഗപ്രവേശമായിരുന്നു ഈ വിവാദത്തിന് തുടക്കം. AK ആന്റണിയുടെ മകനും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി കൈക്കൂലിക്കാരനാണ് എന്ന് പറഞ്ഞായിരുന്നു രംഗത്ത് വന്നത് ദല്ലാൽ നന്ദകുമാർ ആദ്യം. അന്ന് BJPയുടെ ഒരു തീപ്പൊരി നേതാവും തന്നോട് പണം കൈപ്പറ്റി എന്ന് ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമാക്കി പറഞ്ഞിരുന്നു. പേര് ബോധപൂർവം പറയാതിരുന്നതാണ്. എന്നാൽ തീപ്പൊരി നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. ശോഭയോ BJPക്കാരോ പ്രതിപക്ഷമോ ആരും അത് ഏറ്റെടുത്തില്ല. അതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു. ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നു. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ തന്നോട് വാങ്ങി എന്ന ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ തന്നെ ശോഭ അതിന് മറുപടി കൊടുത്തു. എൻ്റെ പേരിലുള്ള ഭൂമി വാങ്ങുന്നതിന് വാങ്ങിയ അഡ്വാൻസ് ആണ്. ഭൂമി കച്ചവടം നടന്നില്ല. അതിനൊരു കുഴപ്പവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനൊപ്പമായിരുന്നു ശോഭയുടെ ഏറ്റവും വലിയ വെടിപൊട്ടിക്കൽ. നന്ദകുമാറിന്റെ അപ്പുറത്തുള്ള തൊട്ടുള്ള വലിയ വീട്ടിൽ വലിയ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ഇത് കൊള്ളേണ്ടടുത്ത് കൊള്ളുക തന്നെ ചെയ്തു. CPIM ബോധപൂർവം അകലം പാലിച്ചു. അവർ ശോഭാ സുരേന്ദ്രന് മറുപടി കൊടുത്തില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് KPCC പ്രസിഡന്റും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ കൃത്യമായി പറഞ്ഞു, BJPയിൽ ചേരാൻ ശ്രമിച്ച നേതാവ് EP ജയരാജനാണ്. ഗൾഫിൽ വെച്ച് ഗൂഢാലോചന നടത്തി. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ആ വിവരങ്ങൾ അറിയാമെന്ന്. ഇതിനെ ക്ലാരിഫിക്കേഷനുമായി
ദല്ലാൽ നന്ദകുമാർ വീണ്ടും രംഗത്ത് വരുന്നു. പഴയതുപോലെ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ മുറുക്കുകയും ഇ.പി. ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ സമീപിച്ചെങ്കിലും ഇ.പി. ജയരാജൻ തള്ളി എന്ന വാദവുമായാണ് ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നത്. ദല്ലാൽ മാന്താൻ ചെന്നത് ശോഭാ സുരേന്ദ്രനോടായതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെയായി തീർന്നത്. കട്ടക്കലിപ്പിൽ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. കൊടുക്കേണ്ടവരെയെല്ലാം തീർത്തുവിട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഇ.പി. ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടത് കൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് എനിക്ക് മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങേണ്ടതുണ്ട്. ആ പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇടയിലിടയിൽ ഏതെങ്കിലും വിലയില്ലാത്തവന്മാർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഇത്ര സെൻസേഷൻ കൊടുത്ത് ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ നന്ദകുമാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത്. ഏതോ ഒരു കത്ത് പൊക്കി പിടിച്ച് കാണിക്കുകയാണ്. ആ കത്തിന്റെ ആധികാരികത മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള അവകാശമില്ലേ? ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി പറയേണ്ടത്? നിങ്ങൾ ഒരാൾ വരണം, ഒരു മാധ്യമ സുഹൃത്തിന്റെ അരികിലേക്ക് വരണം. ഇത് ആരാണ്? ഈ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണം. 9495553333. ഇത് ആരുടെ നമ്പറാണ്? ഒന്ന് വെരിഫൈ ചെയ്യും. ഒരു സെക്കൻഡ്, ഈ ഫോട്ടോ നോക്കണം. ഈ വാട്സപ്പ് മെസ്സേജ് നോക്കണം. ഇത് ജയരാജന്റെ മകൻ എനിക്ക് അയച്ച മെസ്സേജാണ്. അല്ല, ഇത് ജയരാജന്റെ മകന്റെ കയ്യിലുള്ള ഫോണാണ്. ജയരാജന്റെ മകനാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന്റെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്. രണ്ടാമതായിട്ട്, ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിന്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇ.പി. ജയരാജൻ തന്നെയാണ് ബി.ജെ.പിയിൽ ചേരാൻ ഡീലിന് വന്നത്. ഇ.പിയുടെ ആവശ്യങ്ങൾ വിചിത്രമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നേറി. തനിക്കതിലുള്ള അധികാരമുണ്ടായിരുന്നു. കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ ഇതൊക്കെ അറിയാം. ഒടുവിൽ ഇ.പി. ജയരാജൻ ജീവൽ ഭയം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു എന്നാണ് ശോഭയുടെ ആരോപണം. ഇ.പിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇ.പിയും പ്രതികരിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായെങ്കിലും CPM-ന്റെയോ ബി.ജെ.പിയുടെയോ മറ്റ് നേതാക്കളാരും ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ മൗനം പാലിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് കളം നിറഞ്ഞാടുന്നു. ഇ.പി. ജയരാജൻ സ്വയം പ്രതിരോധിക്കുന്നു. CPM-ന് വേണ്ടി പ്രതിരോധം ഉയർത്തുന്നത് ദല്ലാൽ നന്ദകുമാറാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ അപകടവും. കേരളത്തിലെ ജനത ഇലക്ഷന് തൊട്ടു മുമ്പ് മനസ്സിലാക്കുന്നത് ഇതിൽ എന്തൊക്കെയോ ശരിയുണ്ട് എന്ന് തന്നെയാണ്. ഇ.പി. ജയരാജന് പാർട്ടിയിൽ തുടർച്ചയായ അവഗണനയാണ്. ഇ.പി. ജയരാജനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ മറ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നു. ഇ.പി. ജയരാജന്റെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയാവുന്നു. തന്നേക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കുന്നു. ഇ.പി. ജയരാജനെ മന്ത്രിസഭയിൽ പോലും ഇടം പിടിക്കുന്നില്ല. അങ്ങനെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന എല്ലാ പാർട്ടികളിലും ബന്ധമുള്ള പൊതുവെ സൗമ്യനായ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ ശ്രമിച്ചു എന്നതിൽ അതിശയിക്കേണ്ട ഒന്നുമില്ല. ഇ.പി. ജയരാജന് ബി.ജെ.പിക്കാരോടും കോൺഗ്രസ്സുകാരോടും സകല മനുഷ്യരോടും ബന്ധമുള്ള ആളാണ്. ആരോടും ശത്രുതയില്ലാതെ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന ആളാണ്. ഇ.പിയുടെ മുഖത്തൊരു കലിപ്പന്റെ ലുക്കാണെങ്കിലും ഇ.പിയുടെ മനസ്സ് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തുടർച്ചയായ അവഗണനയിൽ മനം നൊന്ത് ബി.ജെ.പിയോടൊപ്പം ചേരാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ദല്ലാൽ നന്ദകുമാർ പോലും പൂർണ്ണമായും ആ ചർച്ച നിഷേധിക്കുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദല്ലാൽ നന്ദകുമാർ പവർഫുൾ ആയിട്ടുള്ള ഒരു ദല്ലാളാണ്. മറ്റു പല ദല്ലാളന്മാരെയും പോയി ഏട്ടാ വിളിച്ച് ഇടിച്ചു കയറുന്ന ആളല്ല. നല്ല ഒന്നാന്തരം ബന്ധം
അത് നിയമവ്യവസ്ഥയിലാണെങ്കിലും ജുഡീഷ്യറിലാണെങ്കിലും ദേശീയ നേതൃത്വത്തിലാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ ഉള്ളയാളാണ്. നന്ദകുമാറിനെ ഇറക്കി ഡീലിന് ശ്രമിക്കാത്ത രാഷ്ട്രീയക്കാരില്ല. സാക്ഷാൽ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും നടന്നിരുന്നു എന്ന് അണിയറ കഥകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോപണത്തിൽ വിശ്വാസ്യതയുണ്ട്. ദല്ലാൽ നന്ദകുമാർ ചൊറിയാൻ ശ്രമിച്ചത് ശോഭാ സുരേന്ദ്രനെ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വിവാദമായതും തിരിഞ്ഞു കടിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ നിലപാടെടുക്കുന്നത് CPM മാത്രമാണ്. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാരാവും എന്ന പ്രചരണവുമായി CPM മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ, EP ജയരാജൻ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.